മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളുടെ മാനസികാരോഗ്യത്തേക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല. അതുപോലെ തന്നെ മനസമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതല്ല. ഏതൊരു സൗഹൃദത്തിനും ബന്ധത്തിനും നിങ്ങൾ കൊടുക്കുന്ന സമയവും മൂല്യവും അവർ നിങ്ങൾക്ക് തിരികെ നൽകുന്നില്ലെങ്കിൽ പിന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത്. ഭക്തരെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് ജീവിച്ചാൽ ജീവിതകാലം മുഴുവൻ അടിമയായി ജീവിക്കേണ്ടി വരും. ജീവിതത്തിൽ ഒരു ഉയർച്ചയും നിങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ തീരുമാനിക്കണം. സമയം ഒരിക്കലും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നില്ല. മറിച്ച് സമയം മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നിങ്ങൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ഒരാൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു നിമിഷം പോലും വേണ്ടിവരില്ല. ഭക്തരെ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ വില അറിയണമെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയ നൊമ്പരങ്ങളുടെ ഭാരം നിങ്ങളൊന്ന് ചുമന്നു നോക്കണം. ഓരോ നോവുകളും ജീവിക്കാൻ നിങ്ങളെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കാരങ്ങളും ഉയരാനുള്ള വാശി നിങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യും. ഭക്തരെ, സ്വയം തോറ്റു തരുന്നവർക്ക് നിലനിൽപ്പിനേക്കാൾ പ്രാധാന്യം ബന്ധങ്ങളായിരിക്കും. സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായിത്തീരുന്നത്. ഭക്തരെ, വേറിട്ട അനുഭവങ്ങളിൽ നിന്നാണ് വേറിട്ട ചിന്തകൾ ഉണ്ടാകുന്നത്. വേറിട്ട ചിന്തകളാണ് വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. സാഹചര്യങ്ങൾ മാറി മാറി വരും, എന്നാൽ വ്യക്തിത്വം അതൊരിക്കലും മാറ്റരുത്. എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഭക്തരെ, ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാകുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. ഒരാളും നിങ്ങളെക്കുറിച്ച് നല്ലതൊന്നും പറയാൻ ശ്രമിക്കില്ല. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അവരെ സ്നേഹിക്കാനോ സഹായിക്കാനോ നിൽക്കരുത്. നിങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളെ സ്നേഹിച്ചാൽ മതി. കണ്ടറിഞ്ഞ് എന്ത് ചെയ്തു കൊടുത്താലും ബാക്കിയാകുന്നത് കുറ്റങ്ങൾ മാത്രമായിരിക്കും. ഭക്തരെ, മറച്ചുവെച്ച സത്യവും വിശ്വസിപ്പിച്ച നുണയും അതിൻ്റെ സമയം കഴിഞ്ഞാൽ പുറത്തു വന്നോളും. കാരണം സത്യം ഈശ്വരനാണ്, നുണ വിധിയും. ഭക്തരെ, പരിഹാസവും കുത്തുവാക്കുകളും കേട്ട് മനസ്സ് തളരരുത്. തളർന്നാൽ അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോകും. തളർത്താനേ പലരും ശ്രമിക്കൂ. അത് ഓർമ്മയിൽ സൂക്ഷിക്കുക. ജീവിത വിജയം എന്നാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്നത് മാത്രമല്ല. ഇഷ്ടപ്പെട്ട ജീവിതം സമാധാനത്തോടെ ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നതും ജീവിത വിജയം തന്നെയാണ്. മറ്റുള്ളവരുടെ കുറവുകളിൽ നോക്കി അവഗണിക്കുമ്പോൾ ഒന്നോർക്കുക, നാളെ നമുക്കും ആ കുറവുകൾ വന്നു ചേരാം എന്നുള്ളത്. ധനവും പണവും അധികാരവുമല്ല, ഹൃദയശുദ്ധിയാണ് ഒരു മനുഷ്യന് ആവശ്യം. ഭക്തരെ, കരയാനുള്ള സാധ്യതകൾ ഉണ്ടാകും, കരയിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ പെട്ടെന്ന് തന്നെ ആ കണ്ണുനീർ തുടച്ചു നീക്കണം.
എന്നിട്ട് നിങ്ങളുടെ യാത്ര തുടരണം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.